നിങ്ങളൊരു എയർടെൽ VI ജിയോ ഉപഭോക്താവാണെങ്കിൽ നിങ്ങൾ ഓരോ മാസത്തിലും ആരെയൊക്കെ വിളിച്ചു, എത്ര മിനിറ്റ് സംസാരിച്ചു, ആ വിളിച്ചയാളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്ന കോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. സാധാരണ നമ്മൾ കോൾ ഹിസ്റ്ററിയിൽ നിന്ന് ആ കോൺടാക്റ്റും ഡീറ്റെയിൽസും ഒക്കെ എടുത്ത് കളഞ്ഞാലും നമുക്ക് കോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ആരെയാണ് ആ സമയത്ത് വിളിച്ചത്, എത്ര മിനിറ്റ് സംസാരിച്ചു എന്നുള്ളൊക്കെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണ് മറ്റൊരാളുടെ കൈവശം ലഭിച്ചാൽ, മറ്റൊരാളുടെ മൊബൈൽ ഫോണ് നമ്മുടെ കൈവശം ലഭിച്ചാലും നമുക്ക് അവരുടെ കോൾ സ്റ്റേറ്റ്മെൻറ്റും ഇതുപോലെ എടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഏത് മാസത്തെ, ഇപ്പോൾ ജനുവരിയിലെ വേണോ, ഫെബ്രുവരിയിലെ വേണോ, മാർച്ചിലെ വേണോ, ഏത് മാസത്തെ ഏത് സമയത്ത് ഇന്നയാളെ എത്ര മിനിറ്റ് വിളിച്ചു, അയാളുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസും ഒക്കെ മറ്റൊരാൾക്കും എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ദുരുപയോഗ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ കോൾ സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരാൾ എടുക്കാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണമെന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എയർടെൽ VI ജിയോ ഉപഭോക്താക്കൾക്ക് എങ്ങനെയാണ് നമ്മുടെ കോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ കൂടെ നമ്മുടെ കോൾ സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരാൾ എടുക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ മുൻകരുതൽ ഉണ്ടാക്കാം എന്നും വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതെന്ന് വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം എയർടെൽ, പിന്നെ VI, അവസാനം ജിയോ എന്ന ക്രമത്തിലാണ് കോൾ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എടുക്കാം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ കോൾ സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരാൾ എടുക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. എയർടെൽ സിം ഉപയോഗിക്കുന്നവർക്ക് 121 മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ കോൾ സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് സിം സെലക്ട് ചെയ്യുമ്പോൾ എയർടെലിൻ്റെ സിം തന്നെ സെലക്ട് ആയി കിടക്കണം കേട്ടോ. നിങ്ങൾക്ക് ഡുവൽ സിമ്മൊക്കെ ആണെങ്കിൽ അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഏത് സിമ്മിലാണ് എയർടെൽ അതിനനുസരിച്ച് സിം സെലക്ട് ചെയ്യുക. അതിനുശേഷം 121 നിങ്ങൾ മെസ്സേജ് അയക്കുക. 121 അയക്കേണ്ട മെസ്സേജ് കൂടി പറഞ്ഞു തരാം. നിങ്ങൾ ഈ പ്രീ ബിൽ എല്ലാം ക്യാപിറ്റലായിരിക്കണം. ഞാൻ സ്പെല്ലിങ് സ്ക്രീനിൽ കാണിച്ചു തരാം. ഈ പ്രീ ബിൽ എന്ന് എഴുതിയിട്ട് സ്പേസ് വിടുക. എന്നിട്ട് ഏത് മാസത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. ജനുവരി ആണെങ്കിൽ JAN, ഫെബ്രുവരി ആണെങ്കിൽ FEB, ഇതുപോലെ നിങ്ങൾക്ക് മാസത്തെ ഷോർട്ട് കട്ട് അറിയാലോ, അതുപോലെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും സ്പേസ് വിടുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID കൂടി കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഇമെയിലാണ് സ്റ്റേറ്റ്മെൻറ്റ് വരേണ്ടത് അതേ ഇമെയിൽ ID വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഈ പ്രീ ബിൽ എന്ന് ഒരുമിച്ച് എഴുതാം ക്യാപിറ്റൽ ലെറ്ററിൽ. അതിനുശേഷം ഏതോ മാസത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത് അത് എഴുതാം. അതിനുശേഷം സ്പേസ് വിട്ടിട്ട് നിങ്ങളുടെ ഇമെയിൽ ID കൂടി കൊടുത്തിട്ട് സെൻഡ് ചെയ്യുക. അല്പസമയം കാത്തിരുന്നാൽ നിങ്ങൾക്ക് എയർടെലിൽ നിന്ന് ഒരു റീപ്ലൈ വരുന്നതാണ്. ആ റീപ്ലൈയിൽ നിങ്ങൾക്ക് ഒരു PDF ഫയൽ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അതിൻ്റെ പാസ്വേഡും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും. ഒരു പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ പാസ്വേഡ് ഒന്നുകിൽ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ അത് കോപ്പി ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ നൽകിയ മെയിൽ IDയിലേക്ക് ഇതുപോലൊരു ഇമെയിൽ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ താഴെ നോക്കിയാൽ നിങ്ങൾക്കൊരു PDF ഫയൽ കാണാം. അത് ഡൗൺലോഡ് ചെയ്യേണ്ട ബട്ടൺ അവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് ആ ഡൗൺലോഡ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആ PDF ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് കിട്ടിയ PDF ഓപ്പൺ ചെയ്യണമെങ്കിൽ നേരത്തെ SMS വന്ന ആ പാസ്വേഡ് വേണം. ആ പാസ്വേഡ് ജസ്റ്റ് നിങ്ങളിവിടെ എൻ്റർ ചെയ്തിട്ട് OK കൊടുത്താൽ നിങ്ങൾക്ക് ആ PDF ഫയൽ ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ഫെബ്രുവരി മാസത്തെ മുഴുവൻ കോൾ ഹിസ്റ്ററിയാണ് ഈ കിടക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ ഞാൻ ആരെയൊക്കെ വിളിച്ചു, എത്ര സമയത്ത് വിളിച്ചു, ഏത് സമയത്ത് വിളിച്ചു, എല്ലാ വിവരങ്ങളും ഈ കോൾ സ്റ്റേറ്റ്മെൻറ്റിനകത്തുണ്ട്. ഞാനധികം ഫോക്കസ് ചെയ്യാത്തത് എൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എയർടെലിൽ നിന്ന് കോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി VI സിം ഉപയോഗിക്കുന്നവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ കയ്യിൽ VI സിം ഇല്ല. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. നേരത്തേത്തതുപോലെ തന്നെ എയർടെലിൻ്റെ വീഡിയോ കാണണം, അതുപോലെ തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത്. ഇതിൽ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ SMS ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് 12345 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. മെസ്സേജ് അയക്കേണ്ട മാറ്റർ കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ ബില്ലെന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ഒരുമിച്ച് എഴുതാം. നിങ്ങൾക്ക് സ്പെല്ലിംഗ് സ്ക്രീനിൽ കാണാം. അതിനുശേഷം സ്പേസ് വിടുക. എന്നിട്ട് ഏത് മാസം, ഇപ്പം ഞാൻ നവംബറാണ് എഴുതുന്നത്, നവംബറിൻ്റെ ഷോർട്ട് കട്ട് NOV, അതുപോലെ തന്നെ ഏത് മാസത്തെയാണ് അതിൻ്റെ ഷോർട്ട് കട്ട് 3 അക്ഷരം ഇതുപോലെ എഴുതുക. അതിനുശേഷം മെസ്സേജ് സെൻഡ് ചെയ്യുക. നമുക്ക് എയർടെൽ പോലെ ഇമെയിൽ ID കൊടുക്കുന്ന ഓപ്ഷൻ VIക്കില്ല. നിങ്ങൾ VI ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത ഇമെയിൽ ID, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ എടുക്കുന്ന സമയത്ത് കൊടുത്ത ഇമെയിൽ IDയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൊടുത്ത ഇമെയിൽ ID ഓപ്പൺ ചെയ്താൽ അതിൽ VI അയച്ച ഒരു മെയിൽ ഉണ്ടാവും. അതിൽ നിങ്ങൾക്കൊരു PDF ഫയൽ ഉണ്ടാവും. ആ PDF ഫയൽ ഓപ്പൺ ചെയ്യേണ്ട പാസ്വേഡ് എങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. എയർടെൽ പോലെ തന്നെ നിങ്ങൾ മെയിൽ IDയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത PDF ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ്
പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് എങ്ങനെ കൊടുക്കണമെന്നാൽ നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരവും നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ 4 അക്ഷരവുമാണ് പാസ്വേഡ് വരിക. അതിപ്പോൾ നിങ്ങൾ സിം കണക്ഷൻ എടുക്കുന്ന സമയത്ത് കൊടുത്ത പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരമാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പേര് തൻസീർ എന്നാണ്. അപ്പോൾ ഞാൻ TH എന്നാണ് ആദ്യത്തെ 2 അക്ഷരം. അതിനുശേഷം എൻ്റെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കങ്ങൾ ഇപ്പോൾ 1213 ആണ്, ശേഷം 1213, അതായത് TH 1213 എന്നാണ് എൻ്റെ പാസ്വേഡ് വരിക. ഇതുപോലെ നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരവും നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ 4 അക്ഷരവും എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ആ PDF ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. എയർടെല്ലിൽ ലഭിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റും ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ജിയോ സിം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ മൈ ജിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങൾ മൈ ജിയോ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലെ സെർച്ച് ബാറിൽ മൈ എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി. MY എന്ന് മാത്രം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മൈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതുതായി ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. അതിൽ 7 ദിവസം, 15 ദിവസം, 30 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ അതിന് താഴെ നിങ്ങൾക്ക് ഏത് തീയതിയാണെന്ന് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഏത് തീയതി മുതൽ ഏത് തീയതി വരെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇമെയിൽ ID വഴി വേണോ, അല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് കാണണോ, അല്ല സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യണോ, 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്. എനിക്ക് ഡയറക്റ്റ് കണ്ടാൽ മാത്രം മതി. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വ്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇതുപോലെ ലഭിക്കുന്നതാണ്. അവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് യൂസേജ് ചാർജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന 3 ഓപ്ഷനിൽ വോയിസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ വിളിച്ച ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നതാണ്. ആ മാസത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്ത മാസത്തിലെ ഡീറ്റെയിൽസ്. ഇനി അതിൻ്റെ വലതുഭാഗത്തെ ആരോ മാർക്കിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് സമയത്ത് വിളിച്ചു, എത്ര സമയത്ത് വിളിച്ചു, എത്ര സമയം വിളിച്ചു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ്. ഇനി നമ്മുടെ കോൾ സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരാൾ എടുക്കാതിരിക്കാനുള്ള ആകെയുള്ള പോംവഴി ഇത്തരം ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് മെസ്സേജ് ആപ്ലിക്കേഷനും മൈ ജിയോ ആപ്ലിക്കേഷനും ഒക്കെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. ആദ്യം ഫോണിൽ ആപ്പ് ലോക്കർ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. അതിനായിട്ട് നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ആപ്പ് ലോക്ക് എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആപ്പ് ലോക്കർ ഉണ്ടെങ്കിൽ ഇതുപോലെ കാണിക്കും. അത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് മെസ്സേജ് ആപ്ലിക്കേഷനും അതുപോലെ തന്നെ മൈ ജിയോ ആപ്ലിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ഫോണിലെ ആപ്പ് ലോക്കർ ഇല്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ആപ്പ് ലോക്കർ എന്ന് സെർച്ച് ചെയ്താൽ നിരവധി ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ മൈ ജിയോ ആപ്പും അതുപോലെ തന്നെ മെസ്സേജ് ആപ്ലിക്കേഷനൊക്കെ ലോക്ക് ചെയ്ത് സൂക്ഷിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.